അങ്ങനെയാണ് നമ്മൾ ടെന്റ് ചൂസ് ചെയ്യുക. അതിന് പ്രൊട്ടക്ഷൻ വേണം, അത് വാട്ടർ പ്രൂഫ് ആയിരിക്കും. വാട്ടർ പ്രൂഫ് ആയിരിക്കും. എന്നാൽ ഉള്ളിൽ ഇൻസെക്ട്സ് വന്നിട്ട് ഹോൾസോ കാര്യങ്ങൾ വരാം. ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ട്രാവൽ ഭയങ്കര ഈസി ആയിരിക്കും. കുറെ സംശയങ്ങളില്ല. ഇവിടെ ടെന്റ് അടിക്കണം, ഇവിടെ ടെന്റ് അടിക്കാൻ പാടില്ല, ഇങ്ങനെ അടിക്കുമ്പോൾ സ്ക്രാച്ച് വീഴും. ബേസിക്കലി എന്താന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് നിങ്ങൾക്ക് എങ്ങനത്തെ ട്രാവൽ ആണ്, അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് കണ്ടീഷൻസിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ വേണം. അങ്ങനെയാണ് നമ്മൾ ടെന്റ് ചൂസ് ചെയ്യുക. കാരണം ഇതിൽ നമുക്ക് ക്യാമ്പിംഗ് അല്ലെങ്കിൽ ഹൈക്കിംഗ് ട്രാവലിംഗ് ടെന്റാണ്. നമുക്ക് ട്രെക്കിങ്ങിലേക്ക് വരുമ്പോൾ ഇതിലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ടെന്റ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ആദ്യം എങ്ങനത്തെ സ്ഥലത്തേക്കാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ അൺഈവൻ ആയിട്ടുള്ള മൗണ്ടെയിൻസിലേക്കാണ് അതിനുള്ള ഫ്ലൈ ഷീറ്റോ ഗ്രൗണ്ട് ഷീറ്റ്സ് കാര്യങ്ങൾ കയ്യിൽ കരുതുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പിച്ച് ചെയ്യുമ്പോൾ പ്രോപ്പർലി പിച്ച് ചെയ്യുക. ഫോൾഡ് ചെയ്യേണ്ട സമയത്താണെങ്കിലും പ്രോപ്പർ ഡ്രൈ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കുക. കാരണം ഇൻ കേസ് മോയ്സ്ചറോ കാര്യങ്ങളൊക്കെ നിന്നാൽ ഉള്ളിൽ ഇൻസെക്ട്സ് വന്നിട്ട് ഹോൾസോ കാര്യങ്ങൾ വരാം. പിന്നെ ക്യാമ്പ് ഫയറിന്റെ തൊട്ടടുത്ത് പിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ക്യാമ്പ് ഫയറിന് ബെൻഡ് മാർക്സ് കാര്യങ്ങൾ വരാതെ നോക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ മെയിനായിട്ട്. ബാക്കിയെല്ലാം നമ്മൾ നോർമൽ ഒരു പ്രൊഡക്റ്റ് കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഒരുപാട് ആളുകൾക്ക് കൊടുക്കുന്നതിന് പകരം ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ആളുകളുടെ എണ്ണം ഒരേ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന കൂടുമ്പോഴും അതിന് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻസ് നടന്നോളണമെന്നില്ല. ഇപ്പൊ നമുക്ക് നോർമൽ ഒരു ടെന്റ് എന്ന് പറയുമ്പോൾ വാട്ടർ പ്രൂഫിങ് മാത്രമേ നോക്കുള്ളൂ. അതല്ലാതെ നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ പോകുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിക്കോളണമെന്നില്ല. ഇതിന്റെ പ്രത്യേകത എന്നത് നമ്മളെ ഫ്രഷ് ആൻഡ് ബാക്ക് ടെക്നോളജി എന്ന് പറയും, ഡിക്കാത്തലോണിന്റെ ടെക്നോളജിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് നമുക്ക് ലൈറ്റ് തീരെ കയറത്തില്ല. 99% വരെയും ലൈറ്റ് ഇതിന്റെ ഉള്ളിൽ കയറില്ല. അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ചൂടും വരില്ല. സോ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഇത് സമ്മർ ട്രാവൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു ഓൾ ഇന്ത്യ ഓൾ കേരള യാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പം നമുക്ക് രാവിലെ എവിടെയെങ്കിലും പിച്ച് ചെയ്തിട്ട് കിടക്കണമെങ്കിൽ നല്ലതാണ്. അതേമാതിരി ചൂടിന്റെ പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ടെന്റ് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്രയും കൂളായിരിക്കും ടെന്റിന്റെ ഉള്ളിൽ. പിന്നെ നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നല്ല എയർ ഫ്ലോയും കാര്യങ്ങളായിരിക്കും. അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. വാട്ടർ പ്രൂഫിങ് മാത്രമല്ല, സമ്മറും ഓൾ വെതറിൽ പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഏത് ടെറൈനിലാണെങ്കിലും സൗത്തിലോ നോർത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു ടെന്റ് കൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ടെമ്പറേച്ചറിൽ മൾട്ടിപ്പിൾ സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ടെന്റ് വാങ്ങുമ്പോൾ ടെന്റിന്റെ ആ ഒരു ഇതല്ലാണ്ട് എക്സ്ട്രാ എന്തെങ്കിലും വാങ്ങാനുണ്ട്? ടെന്റ് അതാണെങ്കിലും നിങ്ങൾ പോകുന്ന സ്ഥലത്തിനനുസരിച്ച് അല്ലെങ്കിൽ എങ്ങനത്തെ ടെമ്പറേച്ചർ ഉള്ളിടത്തിലേക്കാണ് ഇരിക്കും. ഇപ്പം നിങ്ങൾ ബൈക്കിൽ പോവാണ്, നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് എയർ ബെഡ് കെയർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം അതിന് വെയിറ്റ് കൂടുതലാണ്, അതിന് നമ്മൾ എക്സ്ട്രാ പമ്പ് കരുതണം. പക്ഷെ നിങ്ങൾക്ക് ടെന്റിന്റെ അകത്തേക്ക് നമുക്ക് ഗ്രൗണ്ട് ഷീറ്റ് എന്ന് പറയും, ടെന്റിന്റെ അകത്ത് ഇടുന്ന സിംഗിൾ പേഴ്സൺ മാറ്റ്സ് വരും. അത് ഫുള്ളായിട്ട് ഇടുന്ന മാറ്റാ. അത് അടിയിൽ നിന്ന് തണുപ്പ് കയറാതിരിക്കാനുള്ള പ്രിവെൻഷനും നിങ്ങൾക്ക് ചെറിയൊരു കംഫർട്ടും കിട്ടും. അതിൽ തന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ട കംഫർട്ടിനനുസരിച്ച് മാറ്റിയെടുക്കാം. അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. പിന്നെ ടെമ്പറേച്ചറിന് നമുക്ക് സ്ലീപ്പിംഗ് ബാഗ്സ് യൂസ് ചെയ്യാം. അത് ക്ലോസ്ഡ് സ്ലീപ്പിംഗ് ബാഗ്സ് യൂസ് ചെയ്യാം. അത് നിങ്ങൾ പോകുന്ന സ്ഥലത്തുള്ള ടെമ്പറേച്ചറിന്റെ സ്ലീപ്പിംഗ് ബാഗ് എടുക്കണം. അതെ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 20 ഡിഗ്രി ഉള്ള സ്ഥലത്തേക്കാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് വെച്ചാൽ 20 ഡിഗ്രീന്റെ സ്ലീപ്പിംഗ് ബാഗ് എടുക്കണം. 10 ഡിഗ്രി ഉള്ള സ്ഥലത്താണ് പോകുന്നത് വെച്ചാൽ 10 ഡിഗ്രീന്റെ സ്ലീപ്പിംഗ് ബാഗ് എടുക്കണം. അതപ്പം തമിഴ്നാട്, കേരളം ആ ഒരു റീജിയനിലാണ് നിങ്ങൾ പോകുന്നത്, ഏറ്റവും നല്ലത് UV പ്രൊട്ടക്ഷൻ ടെന്റ് എടുക്കണം. കാരണം ടെമ്പറേച്ചർ തമിഴ്നാടാണെങ്കിലും കേരളത്തിലാണെങ്കിലും മൺസൂൺ വന്നാൽ പോലും രാവിലെ വെയിലായി കഴിഞ്ഞാൽ ചൂട് വരും. സോ നല്ലൊരു ടെന്റ് എടുക്കുക. അതിന്റെ അകത്തേക്ക് നിങ്ങൾക്ക് ഒരു മാറ്റോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഹൈബ്രിഡ് മാറ്റ് പോലെ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ബാഗ് കാര്യങ്ങൾ അത് വേണമെങ്കിൽ ബെഡ്ഷീറ്റ് പോലെ വിരിച്ചിട്ട് യൂസ് ചെയ്തിട്ട് കിടക്കാൻ പറ്റും. പക്ഷെ എപ്പോഴും മാറ്റ്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, കംഫർട്ടിനും കൊണ്ട് നടക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിരിക്കും. പിന്നെ ഇതിന്റെ അകത്ത് നമുക്ക് ലൈറ്റ്സ് ഹാങ് ചെയ്യാനുള്ള പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലാൻഡേൺസ് പോലത്തെ എന്തെങ്കിലും ചെറിയ ലൈറ്റ്സിന്റെ ഉള്ളിൽ കയറി ചെയ്യാം. എന്നാൽ പോലും നിങ്ങൾ ലൈറ്റ് പെനട്രേഷൻ ഈ ഒരു ടെന്റിന് തീരെ ഉണ്ടാവില്ല. ഡേ ആൻഡ് നൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഈ ഒരു ടൈപ്പ് ഓഫ് ടെന്റിന് വരില്ല. അപ്പൊ പോകുന്ന സ്ഥലത്തുള്ള ടെമ്പറേച്ചർ നോക്കുക, അല്ലെങ്കിൽ എങ്ങനത്തെ ക്ലൈമറ്റ് ആ നോക്കുക, നിങ്ങൾ പോകുന്ന ടെറൈന് കാര്യങ്ങൾ എങ്ങനെയാ നോക്കുക. പിന്നെ നിങ്ങൾ പോകുന്ന മോഡ്സ് ഓഫ് ട്രാവൽ. അപ്പം ഈ ബെഡൊക്കെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ബെഡ് ഉണ്ടല്ലോ, ഇതൊക്കെ കുറച്ചും കൂടി നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ക്യാമ്പിങ്ങിന് പോകുമ്പോഴാണ് സജസ്റ്റ് ചെയ്യാം. കാരണം അത് കുറച്ച് ബൾക്കിയാണ്, പക്ഷെ കംഫർട്ട് കൂടുതലാണ്. നിങ്ങൾ കാറിൽ പോവാണ്, വെക്കാൻ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ബെഡ് എടുക്കാം, പില്ലോ എടുക്കാം. അതാകുമ്പോൾ നല്ല കംഫർട്ടിൽ ഫുഡ് പമ്പ് കൊണ്ട് ഫില്ല് ചെയ്യാനേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഫുഡ് പമ്പ് കൊണ്ട് എയർ ഫില്ല് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സുഖമായിട്ട് കിടക്കാം. അത് നമ്മൾ പോകുന്ന രീതിക്ക് അനുസരിച്ച്. അപ്പൊ ബൈക്കിലാണ് ട്രെക്കിങ്ങിനാണ് പോകുന്നത് വെച്ചാൽ വളരെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം എടുക്കും. അതാണ് ട്രെക്കിങ്ങിന്റെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത്. നമ്മളെപ്പോൾ എടുക്കുമ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, കോമ്പാക്റ്റബിൾ ആയിരിക്കണം, അതേമാതിരി പ്രൊട്ടക്ഷൻ വേണം. ഈ 3 സാധനങ്ങളാണ്.
ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ട്രാവൽ ഭയങ്കര ഈസി ആയിരിക്കും. വാറണ്ടി ഉണ്ട്. ഉണ്ടല്ലോ. വാറണ്ടി എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ് ഇഷ്യൂസിനാണ് ഇൻ കേസ് മെറ്റീരിയലിനൊക്കെ സ്ട്രിപ്പ് ഓഫ് ആയി പോവുക. അപ്പം ബിൽഡ് ചെയ്ത മെറ്റീരിയലിനെ കൊണ്ട് നിങ്ങൾക്ക് ടെന്റ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, 3 വർഷം വാറണ്ടി. 2 ടൈപ്പാണ് വരുന്നത്. ഒരു 2% വരും, 3% വരും. പക്ഷെ നമ്മൾ 2% എന്ന് പറയുന്നത് ശരിക്കും ഒരാൾ വിത്ത് ഫുൾ ലഗേജ് ആണ്. ഇപ്പൊ 2 ആൾക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ടാവും, 2.10 വീതി കാര്യങ്ങൾ, 2.10 നീളം, അതേപോലെ തന്നെ 1.20 വീതി ഉണ്ടാവും. പക്ഷെ എന്താന്ന് വെച്ചാല് അത് ഒരാൾ വിത്ത് ഫുൾ ലഗേജ് അല്ലെ 2 ആൾക്ക് സുഖമായിട്ട് കിടക്കാം. അതാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഇപ്പൊ 3 ആളത് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ സെയിം മെറ്റീരിയലിൽ 3 ആളെ സൈസ് വരും. ഇതിനെക്കാട്ടൊരു 70 സെന്റിമീറ്റർ കൂടുതലുണ്ട്. അതിൽ 2 ആള് വിത്ത് ഫുൾ ലഗേജ് അല്ലെങ്കിൽ 3 ആൾക്ക് സുഖമായിട്ട് കിടക്കാം. അത് നിങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത് അതിനനുസരിച്ച് മാറ്റിയെടുക്കാം. ഇതാണ് മെയിൻ ഇതിന്റെ ഫീച്ചർ വരുന്നത്. മൺസൂണിൽ യൂസ് ചെയ്യണം. അതിന് ഹീറ്റ് റിഡക്ഷൻ കോട്ടിങ് വരുന്നത്. ഹെവി ചൂട് ഉണ്ടാവില്ല, ബട്ട് എന്നാൽ പോലും നിങ്ങൾക്ക് അത് മെയിൻ ആയിട്ട് വരുന്നത് മൺസൂൺ അല്ലെങ്കിൽ റെയിൻ പേർപ്പസ് നൈറ്റിലെ യൂസ് ചെയ്യണം. അത് വാട്ടർ പ്രൂഫ് ആയിരിക്കും. വാട്ടർ പ്രൂഫ് ആയിരിക്കും, കംപ്ലീറ്റ് വാട്ടർ പ്രൂഫാണ്. നമ്മൾ എല്ലാ ടെന്റും കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫാണ്. അത് ഏത് ബേസ് മോഡൽ ടെന്റും ഫാമിലി ടെന്റ്സും ഒക്കെ ഷെൽട്ടർ ഒഴിച്ച് ബാക്കി എല്ലാം 100% വാട്ടർ പ്രൂഫ്. പ്രൂഫിനെ കൊണ്ട് ഒരു പ്രശ്നമില്ല. ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ട്രാവൽ ഭയങ്കര ഈസി ആയിരിക്കും.